Diffraction of light. Diffraction is the bending of light around the sharp edges of an obstacle. Diffraction എന്ന് പറയുന്ന ഫിനോമിനോൺ ബെൻഡിങ് ആണ്. സൗണ്ട് അല്ലെങ്കിൽ ലൈറ്റ് വേവ്സ് ഒരു ഒബ്സ്റ്റക്കിളിൻ്റെ എഡ്ജിൽ ബെൻഡ് ചെയ്ത പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിഫ്രാക്ഷൻ. ആൻഡ് ഓൾസോ ഇൻടു ജോമെട്രിക്കൽ ഷാഡോ റീജിയൻ. ലെറ്റ്സ് സീ, ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ദർ ഇസ് എ വോൾ, രണ്ട് വോളുണ്ട്. ഒരാളൊരു വോളിൻ്റെ ലെഫ്റ്റ് സൈഡിലും മറ്റേയാൾ അപ്പുറത്തും അണയ്ക്കുന്നത്. ഇയാൾ സംസാരിക്കുമ്പോൾ, യെല്ലോ ഉടുപ്പിട്ട ആൾ സംസാരിക്കുന്ന സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്ത് ഈ വോളിൻ്റെ എഡ്ജിൽ ബെൻഡ് ചെയ്തതിന് ശേഷമാണ് മറ്റേയാളത് കേൾക്കുന്നത്. ഈ പ്രോസസ്സാണ് സിംപ്ലി എന്തെന്ന് പറയുന്നത്, ഡിഫ്രാക്ഷൻ. ഇനി ഷാഡോ റീജിയൺ എന്താണെന്നും കൂടി ഇവിടുന്ന് തന്നെ വ്യക്തമായിട്ട് കാണിക്കാം. ഇയാൾ ഇവിടെ നിൽക്കുകയാണ്. അയാളെ സംബന്ധിച്ച് അയാൾക്ക് കാണാൻ പറ്റുന്നില്ല മറ്റേയാളെ. അതായത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്ന ഒരു എഫക്റ്റിനെ നോക്കുവാണെങ്കിൽ ഈ മഞ്ഞയാൾക്ക് ഗ്രീൻ ഇട്ടയാളെയോ ഗ്രീൻ ഇട്ടയാൾക്ക് മഞ്ഞ ഇട്ടയാളെയോ കാണാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് ആ ഗ്രീൻ ഇട്ടിരിക്കുന്നയാൾ ആദ്യത്തെ ആളെ സംബന്ധിച്ച് ഒരു ഷാഡോ റീജിയണിലാണ് നിൽക്കുന്നത്. അവിടേക്ക് ഒരു വിഷൻ ഇല്ല, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ ഇയാളെ കാണാൻ ലൈറ്റ് വേവ്സിനെ നോക്കുകയാണെങ്കിൽ ലൈറ്റ് വേവ്സ് അവിടെ എത്തുന്നില്ല എന്ന് പറയും. അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് പരസ്പരം. സോ അതൊരു ഷാഡോ റീജിയനാണെന്ന് നമുക്ക് പറയാം. ഇനി ഒരു എക്സാമ്പിളായിട്ട് ഷാഡോ റീജിയൻ വരച്ച് കാണിച്ചാൽ, ഇത് ഒരു റൂമാണെന്ന് കൺസിഡർ ദിസ് ആസ് എ റൂം. ഇതൊരു റൂമാണ്. സപ്പോസ് ഇവിടെ ഹാഫ് വരെ ഒരു വോളുണ്ട്, ഇതൊരു വോൾ. ഇനി ഞാൻ ഇവിടെ ഒരു ട്യൂബ് ലൈറ്റ് വെക്കുകയെന്ന് വെച്ചു. ഒരു ട്യൂബ് ലൈറ്റ് കത്തിച്ച് വെച്ചു. ഒരു ട്യൂബ് ലൈറ്റ് ഈ സൈഡിൽ, ഇതൊരു ട്യൂബ് ലൈറ്റാണെന്ന് വിചാരിക്കുക. അത് കത്തിച്ച് വെച്ചാൽ അതിൻ്റെ ലൈറ്റ് നമുക്ക് എവിടെ വരെ കിട്ടും? ഇവിടുന്ന് അപ്പുറത്തേക്കൊരു വോളാണ്, ഇതൊരു വോളാണ്, അതുകൊണ്ട് ഈ സൈഡിൽ കിട്ടില്ല, ബട്ട് ഇവിടെ വരെ കിട്ടും. അതായത് ഈ ഒരു റീജിയനെ നമുക്കൊരു ഷാഡോ റീജിയൻ ആണെന്ന് പറയാം, ലൈറ്റ് എൻ്റർ ചെയ്യാത്ത റീജിയൻ. ആൻഡ് ഓൾസോ ഈ ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് പറയണമെങ്കിൽ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് ഇവിടെ വരെ വോളിലേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. ബട്ട് ആക്ച്വലി നമുക്കറിയാം ലൈറ്റ് ഇവിടുന്ന് കുറച്ചിങ്ങോട്ടുകൂടെ കയറും. ഈ കോർണറിൽ ബെൻഡ് ചെയ്ത് ലൈറ്റ് ഇവിടേക്ക് എത്തുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സിംപ്ലി ഡിഫ്രാക്ഷൻ. ഈ കാണുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ലൈറ്റ് റേ ഇവിടെ ബെൻഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞാണ്, ലൈറ്റ് അല്ലെങ്കിൽ വേവ് ഒരു കോർണറിൽ ഡിഫ്രാക്റ്റ് ചെയ്യുന്നതാണ്, ബെൻഡ് ചെയ്യുന്നതാണ് എന്ത്, ഡിഫ്രാക്ഷൻ. ബെൻഡിങ് ഓഫ് ലൈറ്റ് നമ്മൾ ഒന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് റിഫ്രാക്ഷൻ. പക്ഷേ അവിടെ ഒരു മീഡിയം ചേഞ്ച് വേണം. ഇവിടെ മീഡിയം ചേഞ്ച് ഒന്നുമില്ല, സെയിം മീഡിയത്തിൽ തന്നെയാണ്. ഒരു ഒബ്സ്റ്റക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു കോർണറിൽ വേവ്സ് ബെൻഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിഫ്രാക്ഷൻ. ഓക്കെ, അതാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനോൺ. ഇനി ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനോൺ പഠിക്കാനുള്ള എക്സ്പീരിമെൻ്റൽ സെറ്റപ്പ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒബ്സർവേഷൻ അല്ല ഒരു എക്സ്പീരിമെൻ്റ് ഇവർ ചെയ്ത് നോക്കി. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇൻ്റർഫറൻസിൽ പഠിച്ച പോലെ തന്നെ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ഉണ്ട്. ഇൻ്റർഫറൻസിൽ നമുക്ക് 2 സ്ലിറ്റ് ഉണ്ടായിരുന്നു, ഡബിൾ സ്ലിറ്റ്. ഇവിടെ ഒറ്റ സ്ലിറ്റേ ഉള്ളൂ. ആൻഡ് ഓൾസോ ഒരു സ്ക്രീനുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ഡിഫ്രാക്ഷൻ പഠിക്കാനുള്ള സെറ്റപ്പ്. ഒരു ചെറിയ സ്ലിറ്റ്, ഇവിടെ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ്, ദർ ഈസ് എ സ്ക്രീൻ അറ്റ് എ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ D. ഇനി സ്ലിറ്റിൻ്റെ വിഡ്ത്ത് സ്മോൾ ലെറ്റർ A ആണ്. അപ്പം ഇതാണ് ഡിഫ്രാക്ഷൻ പഠിക്കാനുള്ള എക്സ്പീരിമെൻ്റൽ സെറ്റപ്പ്. നെക്സ്റ്റ്, ഇനി ഈ എക്സ്പീരിമെൻ്റൽ സെറ്റപ്പിന് ശേഷം ഇവർ എന്താണ് ഒബ്സർവ് ചെയ്തതെന്ന് കാണണം. ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ്, ഒരു സ്ലിറ്റ്, ഇവിടെ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ്, ദർ ഈസ് എ സ്ക്രീൻ. നമുക്കറിയാം ഇത് നമ്മൾ റേ ആണ്, ലൈറ്റിനെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് റേ ആയിട്ടാണ്. റേ ആയിട്ട് കൺസിഡർ ചെയ്ത ലൈറ്റ്, ഈ ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റിനെ നമ്മൾ റേ ആയിട്ട് കൺസിഡർ ചെയ്താൽ ലൈറ്റ് ഇവിടെ തൊട്ടേ ഹോളുള്ളൂ, ബാക്കി ഒബ്സ്റ്റക്കിളാണ്. ഇവിടുന്ന് ഇവിടെ വരെ നമ്മൾ ലൈറ്റിനെ എക്സ്പെക്റ്റ് ചെയ്യും,
ഇവിടുന്ന് ഇവിടെ വരെ ലൈറ്റിനെ എക്സ്പെക്റ്റ് ചെയ്യും, ഈ സെൻറ്റർ റീജിയനിലും എക്സ്പെക്റ്റ് ചെയ്യും. അതായത് ഈ സ്ക്രീനിൻ്റെ ഇത്രയും ഭാഗത്ത് നമ്മൾ ലൈറ്റിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ഒബ്സർവേഷനിൽ, ഈ എക്സ്പെരിമെൻറ്റിൽ ഒബ്സർവ് ചെയ്തത് ഇങ്ങനല്ല. ഇവിടുന്ന് ഇവിടെ വരെ ഒരു വൈഡായിട്ടൊരു സെൻട്രൽ റീജിയൻ കിട്ടി. അത് കഴിഞ്ഞ് അത് എങ്ങനെയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെക്കാം, ഒരു വൈഡായിട്ടൊരു സെൻട്രൽ റീജിയൻ കിട്ടി. ബട്ട് ആഫ്റ്റർ ദാറ്റ് ആ വൈഡ് സെൻട്രൽ റീജിയൻ തീരുന്നവിടുത്തെ ഒരു ഡാർക്ക്, അത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഡാർക്കാണ് നമ്മൾ നോർമലി ചിന്തിച്ചാൽ. പക്ഷെ അങ്ങനെയല്ല വന്നത്. ഈ രണ്ട് സൈഡിലും ഓരോ ഡാർക്ക്, അത് കഴിഞ്ഞ് വീണ്ടും ഒരു ബ്രൈറ്റ് റീജിയൻ വന്നു. ഇവിടെ ഒരു സെൻട്രലായിട്ട് വൈഡായിട്ട് ഒരു ബ്രൈറ്റ്, ദെൻ ബോത്ത് സൈഡ്സിൽ ഓരോ ഡാർക്ക്, അത് കഴിഞ്ഞ് ഇൻ്റർഫറൻസിൽ കണ്ട പോലെ വീണ്ടും ബ്രൈറ്റ്, ബോത്ത് സൈഡ്സിൽ ബ്രൈറ്റ്, ദെൻ എഗെയിൻ ഡാർക്ക്, പിന്നെ ബ്രൈറ്റ്. മാത്രമല്ല ഒരു കാര്യം കൂടെ, ഓരോ പ്രാവശ്യം വന്ന ബ്രൈറ്റിൻ്റെയും ഇൻറ്റൻസിറ്റി കുറഞ്ഞു വന്നു. ഇത് നല്ല ഇൻറ്റൻസ് ആയിരുന്നു നടുക്കത്തെ. അതിന് ഒരു പേരും കൊടുത്തു. ഇറ്റ് ഈസ് കോൾഡ് സെൻട്രൽ മാക്സിമം. സെൻട്രൽ മാക്സിമം എന്നാണ് നടുക്ക് കണ്ട ബ്രൈറ്റ് റീജിയൻ പറഞ്ഞ പേര്. ആൻഡ് അത് കഴിഞ്ഞ് വന്ന ഡാർക്കുകൾക്ക് പറയുന്ന പേരാണ് സെക്കൻഡറി മിനിമ എന്നാണ് അത് കഴിഞ്ഞ് വന്ന ഡാർക്കിന് പറഞ്ഞ പേര്. അപ്പോൾ എന്തായിരിക്കും അത് കഴിഞ്ഞ് വരുന്ന ബ്രൈറ്റിന് പറഞ്ഞ പേര്? സെക്കൻഡറി മാക്സിമം. സോ ആസ് എ റിസൾട്ട് ഓഫ് ഈ എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ കണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. നടുക്കൊരു വൈഡ് ബ്രൈറ്റ് റീജിയൻ വന്നു, ബോത്ത് സൈഡ്സിൽ ഓരോ ഡാർക്ക്, ദെൻ വീണ്ടും ബ്രൈറ്റ് വിത്ത് ഇൻറ്റൻസിറ്റി ലെസ് ദാൻ സെൻട്രൽ മാക്സിമം, വീണ്ടും ഡാർക്ക്, വീണ്ടും ബ്രൈറ്റ്. ഓരോ ബ്രൈറ്റിൻ്റെയും ഇൻറ്റൻസിറ്റി കുറഞ്ഞു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇൻറ്റൻസിറ്റി ഇല്ല, പെർമനൻ്റ്ലി ഫുൾ ഡാർക്കായി മാറി. ഇതായിരുന്നു ഒബ്സർവേഷൻ. ഇനി ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? നമ്മുടെ റേ നേച്ചർ ഉപയോഗിച്ച് ലൈറ്റിനെ ഒരു റേ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ലൈറ്റിനെ അല്ല ഡിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് വേവ് നേച്ചറാണ്. വേവ് നേച്ചറിൽ തന്നെ ഹൈഗൻസ് പ്രിൻസിപ്പിൾ. അപ്പം നമുക്കുള്ളത് ഒരു സോഴ്സാണ്, ദെൻ ഒരു സ്ലിറ്റ് ഉണ്ട്, ആഫ്റ്റർ ദാറ്റ് ദർ ഈസ് എ സ്ക്രീൻ. ഇനി നമ്മൾ പറയാൻ പോവാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ. ഈ സോഴ്സിൽ നിന്ന് വേവ് ഫ്രണ്ടുകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ലാസ്റ്റ് വേവ് ഫ്രണ്ട് എവിടെ എത്തും? നമ്മുടെ സ്ലിറ്റിൻ്റെ വിൻഡോയിലെത്തും. ഇതാണ് നമ്മുടെ സ്ലിറ്റ്, അവിടെ എത്തി. നൗ വി ആർ അപ്ലൈയിങ് അവർ ഹൈഗൻസ് വേവ് പ്രിൻസിപ്പിൾ. എന്താണ് ഹൈഗൻസ് വേവ് പ്രിൻസിപ്പിൾ? എവറി പോയിന്റ് ഓൺ ദ വേവ് ഫ്രണ്ട് എഗെയിൻ ആക്ട് ആസ് എ സോഴ്സ്. അതായത് ഈ പോയിന്റ് എല്ലാ പോയിന്റും നമ്മുടെ വേവ് ഫ്രണ്ട്, ഇവിടെ എത്തിയ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും സോഴ്സായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? സെക്കൻഡറി വേവിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഈ അറ്റത്തിരിക്കുന്ന പോയിന്റ് എങ്ങോട്ടാണ് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക? ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ ഉള്ളവർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഓരോ പോയിന്റും ന്യൂമറസ് ആയിട്ട് സെക്കൻഡറി വേവ്ലെറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യും. ആ വേവ്ലെറ്റ് മൊത്തം ഈ സ്ലിറ്റിനും സ്ക്രീനിനും ഇടയ്ക്കുള്ള സ്പേസിൽ വരും. ആൻഡ് വെൻ ദേ റീച്ചസ് ദ സ്ക്രീൻ, അവരെന്ത് ചെയ്യും? ദേ വിൽ സൂപ്പർപോസ്. ഇവിടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നടക്കും. കാരണം മോർ ദാൻ വൺ വേവ്സ് ആണ് എൻ്റർ ചെയ്യുന്നത്. നമ്മുടെ ഇൻ്റർഫറൻസിൽ ആകെ 2 വേവ്സേ എൻ്റർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അത് ഇൻ്റർഫിയർ ചെയ്തിട്ട് സൂപ്പർപോസ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടി. ബട്ട് ഇവിടെ വന്ന വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും സോഴ്സായി ആ സോഴ്സുകളിൽ നിന്നൊക്കെ എമിറ്റ് ചെയ്യപ്പെട്ട വേവ്ലെറ്റുകൾ സൂപ്പർപോസ് ചെയ്തിട്ടാണ് ഇവിടെ നമുക്ക് ഈ പറഞ്ഞ സെൻറ്ററിൽ ഒരു ബ്രൈറ്റ് റീജിയണും ദെൻ ഓൾട്ടർനേറ്റീവ്ലി ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസും ആൻഡ് ഓൾസോ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഗോസ് ഓൺ ഡിക്രീസിങ്. അപ്പം ഡിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് വേവ് പ്രിൻസിപ്പിൾ ആൻഡ് ഓൾസോ ഹൈഗൻസ് പ്രിൻസിപ്പിൾ. നൗ നമുക്കിത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് കണ്ടത്. ഇനി ഇതിൻ്റെ തിയറിയിലേക്ക് പോകാം. സോ തിയറി അതായത് ഇപ്പോൾ പറഞ്ഞു നമ്മുടെ വേവ്ലെറ്റുകൾ ഒരു സ്ലിറ്റിൻ്റെ അടുത്ത് വരുന്നു. വേവ് ഫ്രണ്ട്, ആ വേവ് ഫ്രണ്ടിൽ നിന്ന് ഓരോ പോയിന്റും സോഴ്സ് ആവുന്നു. ആ സോഴ്സിൽ നിന്ന് വേവ്ലെറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ 2 വേവ്ലെറ്റുകൾ ഒരുമിച്ച് ഇവിടെ വന്നെന്ന് വെച്ചു ഒരു പോയിന്റിൽ.
അങ്ങനെ വരുന്ന രണ്ട് വേവ്ലെറ്റുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് n ലാംഡയാണോ അതോ n+12 ലാംഡയാണോ എന്ന് നോക്കുക. n ലാംഡയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം അത് കൺസ്ട്രക്റ്റീവായിട്ട് കൂടും, ബ്രൈറ്റ് ആവും. n+12 ലാംഡയാണെങ്കിലോ അത് ഡാർക്ക് ആവും. നമ്മൾ ഇൻ്റർഫറൻസിൽ പഠിച്ച കാര്യമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ തിയറിയിലേക്ക് പോവാണ്. ഒരു നമ്മുടെ സ്ലിറ്റ്, ഇതാണ് സ്ക്രീന്, ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, ഒരു പോയിന്റ് P നമ്മൾ കൺസിഡർ ചെയ്തു. അതായത് നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടൊരു പോയിന്റ്, ഇതാണ് സെൻറ്റർ. സെൻറ്ററിൽ നിന്ന് y ദൂരത്തിൽ ഒരു P കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. ആൻഡ് ഓൾസോ ഈ സെൻറ്ററിൽ നിന്ന് Pയിലേക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെന്നും ഡിഫൈൻ ചെയ്യണം. P എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ്, ഈ സ്ക്രീനിലെ ഏതോ ഒരു പോയിന്റ്. ആ Pയിൽ എന്താണ് സംഭവിക്കുക? ഡാർക്ക് ആണോ ബ്രൈറ്റ് ആണോ? Pക്ക് തീറ്റ 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ സെൻറ്റർ ആവും. സെൻറ്ററിൽ എന്താണ്? അപ്പോൾ ഏത് പോയിന്റിനെയും സ്റ്റഡി ചെയ്യാനുള്ള ഒരു ആർബിട്രറി പോയിൻ്റായിട്ട് P എടുത്തു. ഇനി നമുക്ക് ഡെറിവേഷൻ ആവശ്യമില്ല. ഇവിടുത്തെ പാത്ത് ഡിഫറൻസ്, ഈ Pയിലേക്ക് എത്തുന്ന 3 വേവ്സിന് നമ്മൾ കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ, ഈ എൻഡ് ഒരു എൻഡ് M ആണെന്നും മറ്റേ എൻഡ് N ആണെന്നും വിചാരിക്കുക. അപ്പോൾ എമ്മിൽ നിന്നൊരു വേവ് വന്നു, എന്നിൽ നിന്നും ഒരു വേവ് വന്നു. ഈ എമ്മും എന്നും തമ്മിലുള്ള ദൂരം a ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് NP - MP ആണ്. NP - MP അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, അത് ഈക്വൽ ടു a തീറ്റയാണെന്ന് കിട്ടും. a സൈൻ തീറ്റ എന്നാണ് കിട്ടുന്നത്. സൈൻ തീറ്റ ഫോർ സ്മോൾ ആംഗിൾ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പം a തീറ്റ എന്ന് കിട്ടും. ഇനി ഈ a തീറ്റ ഹിയർ നമ്മൾ രണ്ട് വേവ്സ് ആണ്, എമ്മിൽ നിന്ന് ഒരു വേവ്, അതായത് എമ്മിലെത്തിയ വേവ് ഫ്രണ്ടിൽ നിന്ന് ആ സോഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഒരു വേവും എന്നിലെ വേവ് ഫ്രണ്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഒരു വേവും Pയിലെത്തിയെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പാത്ത് ഡിഫറൻസ് a തീറ്റ എന്ന് കിട്ടി. ഈ a എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ഇൻറ്റു തീറ്റ. സോ ഏത് രണ്ട് വേവ്സ് കൺസിഡർ ചെയ്താലും അവയ്ക്കിടയ്ക്കുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ഇൻറ്റു തീറ്റ ആയിരിക്കും. ഈ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ ഈ ഡിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഓരോ സ്റ്റേജസിലും യൂസ് ചെയ്യുന്നത്.